ഈ ഒരു ഐറ്റം ഇൻസ്റ്റാഗ്രാമിൽ കണ്ടിട്ട് ഒന്ന് ചെയ്ത് നോക്കിയതാണേ. ചെയ്ത് നോക്കിയപ്പോഴത്തേക്ക് എല്ലാവർക്കും അങ്ങ് ഇഷ്ടപ്പെട്ടു. കുട്ടികൾക്കാണെങ്കിൽ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു നിങ്ങൾക്കും കൂടി ഒന്ന് ഷെയർ ചെയ്തേക്കാമെന്ന്. നിങ്ങളും കുട്ടികൾക്കൊക്കെ ഒന്ന് ഉണ്ടാക്കി കൊടുത്ത് നോക്കണേ. ഭയങ്കര ഈസിയാണ് കേട്ടോ ഉണ്ടാക്കാൻ. അധിക സമയവും നമുക്ക് ആവശ്യമില്ല. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് കണ്ടാലോ? ഇതുണ്ടാക്കാനായിട്ട് ഒരു സാധനം മാത്രം പുറത്തുനിന്ന് വാങ്ങേണ്ടി വരും. അതെപ്പോഴും നമ്മുടെ വീട്ടിലുണ്ടാവണമെന്നില്ല കേട്ടോ. ആദ്യം നമുക്കൊരു 3, 4 ഉരുളക്കിഴങ്ങ് കുക്കറിലൊന്ന് പുഴുങ്ങിയെടുക്കണം. ഞാൻ ഇവിടെ ഒരു 6 വിസിൽ കേട്ടപ്പോഴാണ് ഇവിടെ ഉരുളക്കിഴങ്ങ് വെന്ത് കിട്ടിയതേ. കുക്കറിലെ പ്രഷറൊക്കെ മാറിക്കഴിയുമ്പോൾ ഉരുളക്കിഴങ്ങ് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. പൊട്ടാത്ത ഉരുളക്കിഴങ്ങാണെങ്കിൽ പച്ചവെള്ളത്തിലിട്ട് നമുക്കൊന്ന് തണുത്തിട്ട് അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞെടുത്താലും മതി കേട്ടോ. തൊലി കളഞ്ഞ ഉരുളക്കിഴങ്ങിനെ ഒരു പാത്രത്തിലിട്ട് നന്നായിട്ട് ഉടച്ചെടുക്കണം. ഇപ്പോൾ ഇവിടെ ഒരു സ്പൂൺ കൊണ്ട് തന്നെയാണ് ഉടച്ചെടുക്കുന്നത് കേട്ടോ. ഇവിടെ എടുത്ത പാത്രം ചെറുതായതുകൊണ്ട് നമ്മൾ ഉരുളക്കിഴങ്ങിനെ ഒരു വലിയ പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുകയാണേ. മാവെല്ലായിട്ട് കുഴച്ചെടുക്കുക എളുപ്പത്തിന് വേണ്ടിയാണ് ഈ പാത്രത്തിലേക്ക് മാറ്റിയത്. ഇനി 4 പീസ് ബ്രെഡ് എടുത്തിട്ട് നമ്മുടെ നോർമൽ വാട്ടറിൽ ജസ്റ്റ് ഒന്ന് ഡിപ്പ് ചെയ്ത് ആ വെള്ളം ഒന്ന് പിഴിഞ്ഞ് കളഞ്ഞിട്ട് ഈ ഉരുളക്കിഴങ്ങിൽ തന്നെ അങ്ങിട്ട് കൊടുക്കാം. അതിനുശേഷം നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി അടുത്തതിൽ ചേർത്ത് കൊടുക്കേണ്ടത് കോൺഫ്ലവർ ആണ്. അതാണ് നമുക്ക് പുറത്തുനിന്ന് വാങ്ങേണ്ടി വരുമെന്ന് പറഞ്ഞത്. ഇത് എപ്പോഴും നമ്മുടെ വീട്ടിലുണ്ടാവില്ലല്ലോ. അപ്പോൾ 1 കപ്പ് കോൺഫ്ലവർ ആണ് ചേർത്ത് കൊടുക്കേണ്ടത്. അതും കൂടെ ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് പാകത്തിന് ഉപ്പിട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ കുരുമുളക് പൊടി, ഒരു 1.5 ടീസ്പൂൺ മുളക് പൊടി, ഇത്രയും ചേർത്ത് ഇനി നന്നായിട്ട് എല്ലാം കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ കയ്യിലൊക്കെ ഒന്ന് പറ്റിപ്പിടിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ കുറച്ച് എണ്ണ വേണമെങ്കിൽ കയ്യിൽ തടവി ഒന്ന് കുഴച്ചെടുക്കാം. ഇപ്പോൾ ഇതിവിടെ കുഴച്ചൊക്കെ എടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതിനെ ചെറിയ ഉരുളകളാക്കി എടുക്കണം. ഇനി നമ്മളെടുത്ത ഓരോ ഉരുളയിലും ഫോർക്ക് കൊണ്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം നമുക്ക് തിളച്ച എണ്ണയിലേക്ക് ഓരോന്നായിട്ട് പറക്കിയിടാം. എണ്ണ നന്നായി തിളച്ചതിന് ശേഷം മാത്രം ഇട്ട് കൊടുക്കണം കേട്ടോ. അങ്ങനെ എല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു 3-4 മിനിറ്റ് കഴിയുമ്പോൾ ഒരു സൈഡ് നന്നായിട്ട് കുക്കായി വരും. ആ സമയത്ത് നമുക്ക് എല്ലാം ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. തിരിച്ചിട്ടതിന് ശേഷം വീണ്ടും ഒരു 2-3 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് അത് ആ ഭാഗം കുക്കായി കിട്ടും. അപ്പോഴത്തേക്ക് നമുക്ക് എല്ലാം കോരി മാറ്റാം. അപ്പോൾ ഇവിടെ ഞാൻ ഇപ്പോൾ ഒരു ബാച്ച് ഉണ്ടാക്കി കഴിഞ്ഞു. ഞാൻ 2-3 ബാച്ചും കൂടെ ഉണ്ട്. അപ്പോൾ ഞാൻ അതൊക്കെ ഉണ്ടാക്കി കഴിയട്ടെ. ഇതുണ്ടാക്കുന്ന സമയത്ത് ഇതെല്ലാം നന്നായിട്ട് പൊങ്ങി വരും. നമ്മൾ പൂരിയൊക്കെ ഇടുമ്പോൾ പൊങ്ങി വരില്ലേ, അതുപോലെ നന്നായിട്ട് പൊങ്ങി വരും. ഇത് ചൂടോട് കൂടി കഴിക്കാനാണ് ഭയങ്കര ടേസ്റ്റ്. തണുത്ത് കഴിയുമ്പോൾ നമ്മുടെ ബജി പോലെയൊക്കെ തോന്നും. പക്ഷേ ചൂടോടുകൂടി അടിപൊളിയാണ്. സോസ് കൂട്ടി കഴിക്കണം. അപ്പോൾ എല്ലാവരും കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ ശ്രമിക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും വിട്ടുപോകരുത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.